നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അതെ, എനിക്ക് മുറിയിലേക്ക് കൊണ്ടുപോകാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു. പറഞ്ഞത് കേട്ടില്ലേ? കുറച്ച് വെള്ളം വേണോന്ന്. ഇപ്പൊ എടുത്തരാം. വേണമെങ്കിൽ എടുത്തോണ്ട് പോടിയെന്ന് പറയുന്നാ പ്രതീക്ഷിച്ച. ഇവൾക്കിതെന്ത് പറ്റി? ശിവാനി, ചെറിയ ചൂടുണ്ട്, സൂക്ഷിച്ചു കുടിക്കണം. ശിവാനി, നിന്നോടൊരു കാര്യം പറഞ്ഞ വെറുതെ എന്നോട് ദേഷ്യപ്പെടരുത്. ഞങ്ങൾ അമ്മയും കൊണ്ട് ആശുപത്രിയിൽ പോയപ്പോൾ അമ്മയുടെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വേണമെന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത്. അമ്മയ്ക്ക് നല്ല BP വേരിയേഷൻ ഉണ്ട്. ചില നേരത്ത് നല്ല ഹൈ ആവും, ചില നേരം ലോയും ആവും. അതുപോലെ തന്നെ കൊളസ്ട്രോളും നല്ല രീതിയിലുണ്ട്. ഏത് സമയത്തും ഹാർട്ട് അറ്റാക്കിനുള്ള സാധ്യതയുണ്ടെന്നാ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. നോക്ക് ശിവാനി, ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വേണോ വേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് ആ വീട്ടിൽ വന്നു കയറുന്ന മരുമക്കളാണ്. ഇവിടെ മരുമക്കളായുള്ളത് നീയും ഞാനുമാണ്. ഇവിടെ ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങളും അമ്മയുടെ ആരോഗ്യത്തെ കൂടി വല്ലാതെ ബാധിക്കും. നമ്മളായിട്ട് ഒരാപത്ത് ക്ഷണിച്ചു വരുത്തണം. നീ എന്താ ഉദ്ദേശിച്ച? വേറൊന്നുമല്ല, എന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ നീ അത് പറഞ്ഞാൽ മതി. അത് ഞാൻ തിരുത്താം. ഇനി അത് ആവർത്തിക്കാതിരിക്കാനും ശ്രദ്ധിക്കാം. പിന്നെ പ്രണവിന്റെ കാര്യമാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ നീ പറയുന്നത് അവൻ കേൾക്കും. പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നീയും ഒന്ന് ശ്രദ്ധിക്കണം. എന്താ, പറ്റില്ലേ? നീ എന്താ നോക്കുന്നത്? ഞാനീ പറയുന്നത് അമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി മാത്രമാണ്. ഇപ്പൊ വന്ന ഒരു തലകറക്കം ഭാവിയിൽ ഒരു വലിയ ആപത്തായി മാറാതിരിക്കാനാ. നമുക്കൊന്ന് മാറാൻ ശ്രമിച്ചൂടെ ശിവാനി? നീ ഇങ്ങനെ പറയുമ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷമുണ്ടെന്നറിയൂ. ഇത്രയൊക്കെ കാര്യങ്ങൾ നീ നിന്റെ ഉള്ളിൽ മറച്ചു വെച്ചിരിക്കായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞതേയില്ല. അപ്പോ നിന്റെ അമ്മായിയമ്മയ്ക്ക് പ്രഷറും കൊളസ്ട്രോളും ഒക്കെ നല്ല രീതിയിലുണ്ടല്ലേ? എടി, അത് കേട്ടപ്പോഴെനിക്ക് സന്തോഷം വന്നത്. താങ്ക് ഗോഡ്, എന്റെ പ്രാർത്ഥന നീ കേട്ടു. അപ്പൊ നല്ല രീതിയിലൊരു ഷോക്ക് അറിഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഈ തലകറക്കത്തിന് നമുക്ക് അറ്റാക്കാക്കി മാറ്റാൻ പറ്റുമല്ലേ? എന്താ ശിവാനി നീ പറയുന്നത്? പറഞ്ഞത് മനസ്സിലായില്ലേ നിനക്ക്? നിനക്ക് രണ്ട് ചിറകുകളാണ് എന്റെ ഒരു നോട്ടത്തിലുള്ളത്. ഒന്ന് ഗൗതമും മറ്റൊന്ന് നിന്റെ അമ്മായിയമ്മയും. ആ തള്ള അങ്ങ് ചത്ത് കെട്ടുപോയാ അതോടെ നിന്റെ ഒരു ചിറക് അരിഞ്ഞതിന് തുല്യ. നിനക്ക് എന്തടി വേണ്ടേ? പ്രണവിനെ ഞാൻ പറഞ്ഞ് ശാന്തനാക്കണോ അല്ലേ? അനുനയിപ്പിക്കണം അല്ലേ? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. ഞാൻ തിരികെ ഈ വീട്ടിലേക്ക് കാല് കുത്തിയതേ അവനെ എന്റെ കൈവെള്ളയിലിട്ട് പന്താടാന. അവനെ തന്നെ ഞാൻ കളത്തിലിറക്കി കളിക്കൂടി. അവൻ കാരണം ഈ കുടുംബം തകർന്ന് തരിപ്പണാവണം. അതാ എന്റെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടിയിട്ടേ ശിവാനി പിന്മാറൂ. പറ്റുമെങ്കിൽ നിനക്കതിനുള്ള ബുദ്ധിയും തന്റെ ഇടവും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് തടയാൻ നോക്ക്. നടക്കൂല. ഇനി എന്റെ ലക്ഷ്യം ഈശ്വരമംഗലത്തെ പാർവതിയുടെ ജീവൻ എടുക്കാൻ തന്നെ. നെഞ്ചത്തടിച്ച് നിലവിളിച്ച് കരയാൻ കാത്തിരുന്നോ നീ?
അമ്മയുടെ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞ അവളെ ഇനി ഈ വീട്ടിൽ വെച്ച് പൊറിപ്പിക്കുന്ന പ്രശ്നമില്ല. ഗൗതം, ഇത് എങ്ങോട്ടായി പോകുന്നേ? ഇനിയിപ്പോ ഇവിടെ എന്ത് ഭൂകമ്പം ഉണ്ടായാലും ശരി, ഈ രാത്രി തന്നെ അവളെ ഞാൻ ഇവിടെ ഇറക്കി വിട്ടിരിക്കും. ഒന്ന് സമാധാനപ്പെടുക ഗൗതം. ദേ, എടുത്തു ചാടി വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കല്ലേ. എന്ത് പ്രശ്നം? പ്രണവിനും ശിവാനിക്കും എന്നെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എത്ര വേണമെങ്കിലും ഉപദ്രവിക്കാം. പക്ഷേ എന്റെ അമ്മയെ തൊട്ട് കളിച്ചാ അതെനിക്ക് സഹിക്കാൻ പറ്റില്ല. ഗൗതമിന്റെ ഫീലിങ്സ് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ സമയവും കാലവും നോക്കി വേണം നമ്മൾ പ്രതികരിക്കാൻ. നീ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അവള് വന്ന് ഈ വീട്ടിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ കാരണമാ അമ്മയ്ക്ക് ഈ അസുഖങ്ങളൊക്കെ ഉണ്ടായത്. അവളെ ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കണമെന്നാണോ നീ പറയുന്നത്? ഇപ്പൊ അവള് മനഃപൂർവ്വം തന്നെ അമ്മയെ ദ്രോഹിക്കുമെന്ന് പറഞ്ഞാ അത് സഹിക്കണോ? സഹിച്ചേ പറ്റൂ. കാരണം നമുക്കിപ്പോ വലുത് അമ്മയുടെ ജീവന. ഇപ്പൊ ഈ രാത്രിയിൽ ഗൗതം ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയാൽ അത് അവളുടെ ആഗ്രഹം നമ്മൾ സാധിച്ചു കൊടുക്കുന്നത് പോലെ ആവില്ലേ? ഗൗതം ചെന്ന് ശിവാനിയെ ഇറക്കി വിടാൻ നോക്കും. പ്രണവും വസുന്ധര ആന്റിയും അതിന് തടയിടാൻ വരും. ദേ, ചെറിയ പ്രശ്നങ്ങളൊന്നും ആയിരിക്കില്ല ഈ വീട്ടിലുണ്ടാവാൻ പോകുന്നത്. ആ ബഹളത്തെ അതിജീവിക്കാൻ അമ്മയെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ ഗൗതമിന്? എത്ര നാൾ അവള് പറയുന്നതെല്ലാം സഹിച്ച് നമുക്ക് അമ്മയെ സംരക്ഷിച്ചു പിടിക്കാൻ പറ്റും? എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഈ ശല്യങ്ങളെല്ലാം ഒഴിവാക്കിയിട്ട് നമുക്ക് എങ്ങോട്ടെങ്കിലും അങ്ങ് പോവാം. അതായിരിക്കും ഏറ്റവും നല്ലത്. ഏറ്റവും എളുപ്പമുള്ള വഴികളാ ഗൗതം ചിന്തിക്കുന്നത്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എല്ലാ കാലവും ഈ കുടുംബം ഒന്നായി പോവാനും ആരും പരസ്പരം തല്ലിപ്പിരിയാതിരിക്കാനും വേണ്ടിയാ അമ്മ ഇക്കാലം അത്രയും പോരാടിക്കൊണ്ടിരുന്നത്. പക്ഷെ ശിവാനി ആഗ്രഹിക്കുന്നതോ ഇവിടെ ഓരോരുത്തരും അവരവരുടെ വഴിക്ക് ഇറങ്ങി പോണോന്നാ. അതോടെ എല്ലാം അവളുടെ കൈപ്പിടിയിൽ ഒതുക്കാമല്ലോ. ഇപ്പൊ ഞാൻ എന്ത് വേണമെന്നാ നീ പറയുന്നത്? ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് മന്ദബുദ്ധിയെ പോലെ ഇരിക്കണമെന്നോ? മന്ദബുദ്ധി ആവാനല്ല പറഞ്ഞത്, ബുദ്ധിപൂർവ്വം നീങ്ങണം. ഇത് നമ്മൾ ആത്മസംയമനം പാലിക്കേണ്ട സമയമോ? അത് ചെയ്തില്ലെങ്കിൽ ശിവാനി ആഗ്രഹിക്കുന്ന പോലെ തന്നെ നടക്കും. ഈ വീട് അനാഥമാവും. നീയും അമ്മയും നിർമ്മലാമ്മയും എല്ലാവരും ഓരോരോ വശങ്ങളിൽ നിന്ന് ഉപദേശിച്ച് സ്വന്തമായിട്ട് ഒരു തീരുമാനമെടുക്കാനോ ഇഷ്ടമുള്ളത് എന്തെങ്കിലും ചെയ്യാനോ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടെത്തിച്ചു. പക്ഷേ എന്റെ നിയന്ത്രണം വിടുന്ന ഒരു നിമിഷം ഉണ്ടാവും, അന്ന് കീഴ്മേൽ നോക്കില്ല ഞാൻ. എല്ലാം അവസാനിപ്പിച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. സൗകര്യം ഉണ്ടെങ്കിൽ അന്ന് കൂടെ വന്നോണം.